ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോക്ക് ലൈക്കും ചെയ്യണേ. ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക് എപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന ടൈമിലും സംശയം കേട്ടോ, എവിടെ പോയി ഡ്രസ്സ് എടുക്കണം എന്നുള്ളത്. അങ്ങനെ കുറേ നേരം ആലോചിച്ച ശേഷം ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് കണ്ട പിള്ളേർക്കൊക്കെ പെരുമ്പാവൂർ സ്റ്റാറ്റസിൽ നിന്ന് എടുക്കാമെന്നാണ്ടോ വിചാരിച്ചത്. ഞങ്ങൾ നേരെ പെരുമ്പാവൂരിലേക്ക് പോയിട്ടോ. നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ, എവിടെ പോയി ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ? ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ പോണ ഈ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടു കാറിൽ. പെരുമ്പാവൂർ എത്തിയിട്ടോ. അപ്പോൾ സ്റ്റാറ്റസിന് അവിടെ നിന്നപ്പോൾ വണ്ടി ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പൊക്കോ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. നല്ല തിരക്കായിരുന്നു താഴത്തെ സെക്ഷനിലൊക്കെ. പിന്നെ മേളിലേക്ക് വന്നപ്പോഴും നല്ല തിരക്കാറുണ്ടോ. പിന്നെ ഇത് മോക്കുള്ളത് ആദ്യം നോക്കിയിട്ടോ. അപ്പോൾ അവൾക്ക് ഓരോന്നൊക്കെ വച്ചു ഇട്ടൊക്കെ നോക്കി. അങ്ങനെ അതിനകത്ത് നിന്ന് ഓർമ്മ എടുത്തിട്ടോ. അത് പിന്നെ ഈ ബാക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ ഈ ബാക്കും കുറേ നോക്കി ഓരോന്നൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഇത് ഒരു ടോപ്പ് എടുത്ത് ഉമ്മച്ചി ഇത് പൊക്കി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാക്കുള്ളതും നോക്കി എടുത്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഹാലാക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയപ്പോൾ നോക്കുമ്പോൾ രണ്ടുപേരും അതിൻ്റെ അടിയിൽ നിന്ന് നല്ല കളിയാണ് കേട്ടോ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് ഇരുന്ന് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ തിരക്കും കൂടിയായിരുന്നു കേട്ടോ. അത് പിന്നെ അത് ഹാലാക്ക് കുറേ നേരം തപ്പിയതിന് ശേഷം ഹാലാക്ക് കിട്ടി. അത് പിന്നെ മോനിക്ക് എടുക്കണമായിരുന്നു. അങ്ങനെ താഴെ വന്നപ്പോൾ അവൻ്റെ അളവിൻ്റെ അവിടെ ഉള്ളതിലൊന്നും നല്ല കളക്ഷൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി വലിയ പിള്ളേരുടെ സെക്ഷനിൽ നോക്കി. അപ്പോൾ ഷേപ്പ് ചെയ്യണമായിരുന്നു. അങ്ങനെ അതേ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ് കേട്ടോ. അത് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവനിക്ക് വിശക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ഷേപ്പൊക്കെ ചെയ്ത് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത കടയിൽ കയറിയിട്ടോ. അപ്പോൾ എനിക്കും ഉമ്മച്ചിക്കും വേണ്ടി എടുക്കണമെന്ന് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെടുക്കണമെങ്കിൽ സംശയം കേട്ടോ. വെസ്റ്റേൺ ഗൗൺസ് നോക്കി, പിന്നെ അതേപോലെ വെസ്റ്റേൺ ടോപ്പുകളൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ കുറേ നോക്കിയതിന് ശേഷം രണ്ടുമൂന്നൊക്കെ എടുത്ത് അങ്ങനെ ട്രയൽ റൂമിൽ പോയി ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ അതിന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇട്ടിട്ട് ഉമ്മച്ചിക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞതിൽ ഒരെണ്ണം എടുത്തിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ എനിക്ക് ഷോളും പാൻറ്റും നോക്കണമായിരുന്നു അതിന്. അപ്പോൾ ഷോള് കിട്ടി, പാൻറ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങി. അത് പിന്നെ ഉമ്മച്ചിക്ക് നോക്കിയിട്ടോ. അപ്പോൾ ഉമ്മച്ചിക്കും നല്ലത് ഓർമ്മ എടുത്തിട്ട് പിന്നെ ബില്ലൊക്കെ അടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ. ഇറങ്ങിയപ്പോൾ വെയിലൊന്നും ഉണ്ടായില്ല, ഇങ്ങനെ മൂടി നിൽക്കാറുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഒന്ന് പൊടിയുണ്ട്.
വന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവേണ്ട, കാരണം നോമ്പായിട്ട് നോമ്പ് തുറക്കാനായിട്ടൊന്നും ചെന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് പോവേണ്ട. അപ്പോൾ ഞാൻ കായും വണ്ടിക്കാണ് കേട്ടോ പോണത്, ബൈക്കിന്. അപ്പോൾ ഇക്കാക്കൊരു കോൾ വന്നപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ മോള് പെണിയൊക്കെ ഉണ്ടോ, അവൾക്ക് കണ്ണട എടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പെണിയൊക്കെ ഉണ്ടോ. അവൾ കാറിൽ നിന്ന് ഉറങ്ങിപ്പോയി. പിന്നെ പുലറായപ്പോഴാണ് എണീച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നു. അപ്പോൾ മിഠായി കടയിൽ കയറിയിട്ടുണ്ടായി. അപ്പോൾ മിഠായി വാങ്ങിച്ചായിരുന്നു. അണ്ട് ആ മിഠായി ഇരുന്ന് രണ്ടുപേരും തിന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോളെ അംഗൻവാടി ചേർത്തിട്ടോ. അപ്പോൾ അവൾക്ക് അവിടെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും വാങ്ങിക്കണം. പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സിന് പാൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല, അപ്പോൾ പാൻറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് വാളംകോട്ടിലേക്കാണ്. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ ആ പിള്ളേരുടെ ഡ്രസ്സൊക്കെ താഴെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോവേന് എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം ഇട്ട് നോക്കി. ഇതൊക്കെ ഇട്ട് നോക്കിയിട്ട് അപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടില്ല, കഴുത്തൊക്കെ നല്ലോണം ഇറങ്ങിയിരിക്കും കേട്ടോ. അപ്പം ബനിയാൻ ടൈപ്പും വേറെ മോഡലൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അതൊക്കെ ഇരുന്ന് ഓരോന്ന് തപ്പി ഇങ്ങനെ നോക്കേണ്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിക്കറും ബനിയാനും എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മോനിക്കും വാങ്ങിച്ചൊരു ടീഷർട്ടും ട്രാക്ക് സൂട്ടും. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടി തല്ലുപിടിക്കാൻ കേട്ടോ, പിണങ്ങിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു അവിടെ നിന്ന് പോന്നിട്ടോ. നേരെ വീട്ടിലേക്ക് പോണേന്, കാരണം ഇന്ന് റെസ്റ്റ് കിട്ടിയില്ല, നല്ല ടയേർഡാണ് കേട്ടോ. ഞങ്ങൾ മോള് കോപ്പറായി കാണിക്കട്ടോ വീഡിയോയിൽ നോക്കി നിന്നിട്ട്. ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടിന് കളിയായിട്ട്. അപ്പോൾ ആദ്യക്ക് പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ആ മിറ തോത്തൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോ സാധനം നോമ്പ് തുറക്കാറായി. അപ്പോൾ ഓരോ സാധനങ്ങൾ മേശപ്പുറത്തേക്ക് കൊണ്ട് വയ്ക്കേണ്ടോ. അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉമ്മച്ചി തരി ഉണ്ടാക്കണേന്ന് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വാപ്പച്ചീൻ്റെ വക ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്തു, ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പള്ളിയിൽ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഉമ്മച്ചി ചോറൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പോന്നപ്പോഴേക്കും 9:30 കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ടാൽ ടാറ്റാ.